സോ ഇന്ന് ഞാനൊരു സ്റ്റഡി വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ച്. എത്രത്തോളം കംപ്ലീറ്റ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പഠിക്കണതിൻ്റെ സ്പീഡിൽ ഞാൻ മറന്നു ഒന്നും അറിഞ്ഞൂടാ. അപ്പം നാളെ ഇനി ലാസ്റ്റ് എക്സാമാണ്. അപ്പം അത് എങ്ങനെയാണ് പഠിക്കണതും അങ്ങനത്തെ ഇന്നത്തെ ഡേ ഫുള്ള് കാണിക്കാമെന്ന് വിചാരിച്ച്. പക്ഷെ ഇവിടെ ഇപ്പം വെട്ടത്തിൻ്റെ ഇതുണ്ട്, ഒരുമാതിരി ഫോഗ് അടിച്ച പോലെയാണ് എന്നെ കാണുന്നത്. വെട്ടത്തിൻ്റെ പ്രശ്നമാണ്. അപ്പം ഇപ്പം 4 മണിയായിട്ടുണ്ട്, 4 മണി കഴിഞ്ഞ്. അപ്പം നമുക്ക് പഠിക്കാൻ തുടങ്ങാം. സോ ഗൈസ്, അപ്പോൾ ആദ്യം നമുക്ക് ഇന്ന് പഠിക്കേണ്ട ഒരു ഓർഡർ പ്രിപ്പയർ ചെയ്യാം. ആദ്യം ഏത് വേണം അങ്ങനെയൊക്കെ. ഓക്കെ, ഞാൻ സാധാരണ ഇങ്ങനെ ഓരോ ടോപ്പിക്ക് അങ്ങനെ എൻ്റെ പഴയ വ്ളോഗ് മീൻസ് ഒരു സ്റ്റഡി വ്ളോഗ് കണ്ടറിയാം ഞാൻ അങ്ങനെയാണ് പഠിക്കണത്. അപ്പം നമുക്ക് ഈ സബ്ജക്റ്റ് അങ്ങനെ പഠിക്കാൻ പറ്റില്ല, കാരണം ഒരു വരിയൊക്കെ ഉള്ളൂ. മീൻസ് ഓരോ ടോപ്പിക്കെന്ന് പറഞ്ഞാൽ ഓരോ വരികളാണ്. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ മാറ്റി മാറ്റി പഠിക്കാനില്ല, ഒറ്റയടിക്ക് ഒരെണ്ണം തീർത്തേ പറ്റൂ. അപ്പോൾ ടോട്ടൽ നമുക്ക് 10 ചാപ്റ്റർ ഉണ്ട്. പിന്നെ ഇന്നലെ ലീവായതുകൊണ്ട് കുറച്ചൊക്കെ ഞാൻ ഇന്നലെ കവർ ചെയ്തിരുന്നു. 4 ചാപ്റ്റർ ഇന്നലെ ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് റിവൈസും ചെയ്യണം. പിന്നെ ഇന്ന് പഠിക്കണത് പതുക്കെയായിട്ട് പഠിക്കുകയും ചെയ്യണം. അപ്പോൾ അതാണ് നമ്മളെ പ്ലാൻ. സോ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബൈബിൾ വായിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഓർഡർ ഞാനൊന്ന് സെറ്റാക്കട്ടെ. സോ ഗൈസ്, അപ്പം സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 6 മണിക്ക് മുമ്പായിട്ടൊരു ചാപ്റ്റർ എനിക്ക് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ കംപ്ലീറ്റ് ആക്കട്ടെ. സമയം പോയിക്കൊണ്ടിരിക്കണം. ഞാൻ വ്ളോഗ് എടുത്ത് അങ്ങനെ. ഓക്കെ, അങ്ങനെ ഗൈസ് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഇങ്ങനെ ടിക്ക് കിട്ടുമ്പം നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. യെസ് ഗൈസ്, അപ്പോൾ ടൈം ഇപ്പം വന്നിട്ട് ഒരു 6 മണിയായിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ തീർക്കണം, ഒരു 6 മണിയാകുമ്പോൾ ഒരു ചാപ്റ്റർ തീർക്കണമെന്ന് പറഞ്ഞതിനുള്ള കാരണം, പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഒരു 6 മണിയാകുമ്പോൾ ഞാനൊന്ന് ഉറങ്ങും. എന്നിട്ടൊരു 7 മണിയാകുമ്പോഴേക്ക് എണീക്കും. എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ബാക്കി ഇതേപോലെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നല്ലതാ, ഉറക്കം കണ്ണൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പം ഞാനൊന്ന് പോയി കിടന്ന് ഉറങ്ങട്ട്. ഗൈസ്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് 7 മണിയായി. നമുക്ക് ഒന്ന് ഫ്രഷായി എന്താണ് ഫുഡ് കഴിക്കാൻ പോവാം. എന്നും കൂടെ പഠിച്ചാൽ മതി, അതാണ് ഏക ആശ്വാസം. പക്ഷെ എന്നും കൂടെ പഠിക്കാൻ വയ്യ. സോ ഗൈസ്, അപ്പോൾ ഇനിയാണ് നമ്മളൊരു പ്രോപ്പർ സ്റ്റഡി തുടങ്ങാൻ പോകുന്നത്. ഒരു റെസ്റ്റില്ലാത്ത പഠനമായിരിക്കും ഒരു 12 മണി വരെ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടാൽ പേടിച്ച് പോവും. അങ്ങനെ ബള 2x സ്പീഡിലായിരിക്കും ഞാൻ വായിക്കണതും കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. സോ ഗൈസ്, നമ്മുടെ നന്ദുവിന് പീരീഡ്സ് ആയി ഇന്ന് രാവിലെ. അവൾ വയ്യാതെ ചത്ത് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഹോട്ട് ബാഗിൽ വെള്ളം വെച്ച് കൊടുക്കാം, ചൂടുവെള്ളം. 11:30 പഠിച്ച് വട്ടാവണ്. എന്തൊക്കെയോ കംപ്ലീറ്റ് ആവണുണ്ട്, പക്ഷെ അങ്ങോട്ട് ഓർമ്മ കിട്ടണില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം ഞാൻ വിചാരിച്ച് ഇനി എന്തായാലും പഠിപ്പ് നടക്കൂല, ഒരുമാതിരിയായി തല. അപ്പോൾ പോയി കുളിച്ച് ഫ്രഷായിട്ട് വരാൻ, അതായത് ഫുഡ് കഴിച്ചിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ പോയി കുളിച്ചു. ഞാൻ ഉറക്കം
സഹിക്കാൻ വയ്യാതെ കുറച്ചൊന്ന് ഉറങ്ങിപ്പോയി. എന്നിട്ട് എണീറ്റ് പിന്നെയും കണ്ടിന്യൂ ചെയ്യാണ്. ഇനിയൊരു 2 ചാപ്റ്ററും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ശരിക്കുള്ള പഠിത്തം തുടങ്ങാൻ. അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഠിക്കുന്നുണ്ട്, ഇപ്പോൾ പഠിക്കുമ്പോൾ എല്ലാം അറിയാം. പക്ഷേ ഇനി അത് ഒന്നും കൂടെ റിവൈസ് ചെയ്താലേ നാളെ എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞാൽ ഒരു 4 മണിക്ക് എന്തായാലും 4 മണിക്കല്ലല്ലോ 7 മണിക്ക് മുമ്പായിട്ട്, അതായത് രാത്രിത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് റിവിഷൻ തുടങ്ങണമെന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അപ്പോൾ ഇനി ഞാൻ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഗായ്സ്, അപ്പോൾ എന്താ 6 മണിയായി. 7 മണിയായിരുന്നു എൻ്റെ ടാർഗറ്റ്. ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും കഴിഞ്ഞെന്ന് പറയുകയാണെങ്കിൽ കുറേ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് അങ്ങനെ കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉള്ള സാധനങ്ങൾ ഞാൻ വായിച്ച് വിട്ടേക്കാണ്. അതിനി ഒന്ന് വൃത്തിക്കാക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇനി റിവിഷനിൽ വരാൻ പോകുന്നത്. റിവിഷൻ ഉണ്ടെങ്കിൽ നാളെ എനിക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ജസ്റ്റ് ഒരു പഠിച്ചു കഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇനി ഞാൻ പുതിയൊരു ടൈം ടേബിൾ സെറ്റാക്കുകയാണ്. ഇനി അതനുസരിച്ചാണ് അടുത്ത ഒരു നീക്കങ്ങൾ. അപ്പോൾ നമുക്ക് ഗായ്സ്, അപ്പോൾ ഇതാണ് ഞാൻ അടുത്ത് സെറ്റ് ചെയ്തത് ആയിട്ടുള്ള ടൈം ടേബിൾ. ഇനിയാണ് അല്ലാണ്ട് ഞാൻ കുറേ നേരമായില്ലേ ഇനിയാണെന്ന് പറയുന്നത്. അപ്പം ഇനി വിട്ട ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ചില കുറച്ച് കൺഫ്യൂഷനുള്ള കാര്യങ്ങൾ, മീൻസ് ഇങ്ങനെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എല്ലാ ചാപ്റ്റേഴ്സിലൊക്കെ കാണുമല്ലോ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ അപ്പം പഠിക്കുമ്പോഴൊന്നും ഓർമ്മ ആണല്ലോ. അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ചെറുതായിട്ട് വിട്ടിട്ടുണ്ട്. പിന്നെ അതൊക്കെ തന്നെ. പിന്നെ ഇന്നലെ റിവൈസ് ചെയ്തതും അതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഇതെല്ലാം കൂടെ ശരിക്കും പഠിക്കാൻ പോവുകയാണ്. അപ്പം ഇനി ഒന്ന് ഞാൻ ഫ്രഷ് ആയിട്ട് വരട്ട്. തലയിലിപ്പം മറ്റേ പുക പറക്കുകയാണ്. അപ്പം ഞാൻ ഫ്രഷ് ആയിട്ട് വന്നിട്ട് സ്റ്റാർട്ട്. സോ ഗായ്സ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? കർത്താവേ. സോ ഗായ്സ്, ആർട്സുകാർ ഇതാ പോവുകയാണ്. ബൈ ബൈ. എവിടെയാണ്? കൊടൈക്കനാൽ. ഓക്കെ, ട്രിപ്പ് പോവുകയാണ്. ഞാൻ എന്താ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹാപ്പി ജേണി. പനിയാണ്, സൂക്ഷിച്ചു. ഇതാ എല്ലാവരും ഇറങ്ങാൻ പോവുകയാണ്. ഞാൻ മാത്രം പഠിച്ചിരിക്കണം. അങ്ങനെ രാത്രി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നന്ദു ചോദിക്കുന്നു വിശക്കണുണ്ടാന്ന്. അപ്പം ഞാൻ വിചാരിച്ചു സ്നാക്സും കാര്യങ്ങളൊന്നും റൂമിലില്ലല്ലോ. അപ്പോൾ പറഞ്ഞ് പാൽപ്പൊടി ഉണ്ട്, വന്നാൽ കഴിക്കാമെന്ന്. അങ്ങനെ പാതിരാത്രിക്ക് ഒരു 10-11 മണിയാവണ്. നമ്മളിതാ പാൽപ്പൊടി കട്ട് തിങ്ങുകയാണ്. മറ്റേ വീട്ടിൽ കട്ട് തിങ്ങൂലേ, അതുപോലെ പാൽപ്പൊടി തിങ്ങുകയാണ്. എന്താ ആശ്വാസം. ഇവിടെ ഭയങ്കര മഴയും കാര്യങ്ങളും നടക്കുകയാണ്. നല്ല ഉറങ്ങാൻ പറ്റിയ ക്ലൈമറ്റ്. കണ്ണിൻ്റെ തുമ്പിൽ ഉറക്കം വരണുണ്ട്. പക്ഷെ ഉറങ്ങിയാൽ ശരിയാവില്ല. വീഴണില്ല. കുറേ സമയം എടുക്കുന്നുണ്ട് ഒരു ടോപ്പിക്ക് തീരാൻ വേണ്ടിയിട്ട്. ഇവിടെ വെട്ടവും കാര്യങ്ങളും ഇല്ല. ഒരു ലൈറ്റുണ്ട്, പക്ഷെ എല്ലാവരും ഇരുണ്ടിരിക്കുന്ന വീഡിയോയിൽ. സോ ഗായ്സ്, അപ്പം ടൈം ഒരു 11 മണി കഴിഞ്ഞ്. അപ്പോൾ ഇതാണ് കറണ്ട് അവസ്ഥ. ഇത്രയും ടോപ്പിക്കാണ് റിവൈസ് ചെയ്തത്. ഇനി ബാക്കിയുണ്ട്. നല്ല ഉറക്കം. ഗായ്സ്, നമ്മളൊരു 1.5 മണിക്കൂർ ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച്. അയ്യോ, നല്ല ഉറക്കം വരണം. അപ്പം ഇനി ഒരു 12:30 കാണാം. ഗായ്സ്, അപ്പം 1 മണിയായി. അയ്യോ, ഇനി അങ്ങോട്ട് ഉറക്കമില്ല. ഇനി അങ്ങ് പഠിക്കണം 8 മണി വരെ. അപ്പം പഠിക്കാൻ പോകാം. പിന്നെ വന്നിട്ട് രാവിലത്തെ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, തിരക്കും ഇതൊക്കെ ആയിട്ട്. അങ്ങനത്തെ രാവിലെ പഠിച്ച് പോവുകയാണ് കോളേജിലോട്ട്. അത്യാവശ്യം നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഗായ്സ്, അപ്പം സക്സസ്ഫുള്ളി എക്സാം എല്ലാം കഴിഞ്ഞ് അങ്ങനെ നമ്മൾ കാത്തിരുന്ന സമയം എത്തി. റിസൾട്ട് വന്നിട്ട് സക്സസ്ഫുൾ ആവണമെന്ന് അറിയാം കേട്ടോ. എന്നാലും ഇന്നത്തെ എക്സാം കുഴപ്പമില്ല, എളുപ്പമായിരുന്നു എന്ന് പറയാം. ഈ കഴിഞ്ഞ 3 ദിവസത്തെ എക്സാം ഒരു ഇതില്ലായിരുന്നു. നന്ദുവിന് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. അയ്യേ, ഫേസ് ഇരിക്കണം. അയ്യേ, എന്തോടെ ഇത്. എന്നിട്ട് നമ്മളിന്ന് ആഘോഷിക്കാൻ വേണ്ടി മുരളിച്ചേട്ടൻ്റെ കടയിലോട്ട് പോവുകയാണ്. എനിക്കറിഞ്ഞൂടാ ഇവിടെ ഫുഡ് ഉണ്ടാന്ന് അറിഞ്ഞൂടാ. എന്തായാലും ലേറ്റ് ആയിട്ടുണ്ട്. ഫുഡ് ഉണ്ടായാൽ മതിയായിരുന്നു. അതും ബിരിയാണി തന്നെ വേണം. നോക്കട്ടെ. ബിരിയാണി ഉണ്ട്. ഇവിടെ ആരുമില്ല. നമ്മൾ വിചാരിച്ചിനി തിരക്കില്ലാത്തത് ബിരിയാണി ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഇവിടെ ആരുമേ ഇല്ല.
എന്തൊക്കെയോ ഒരു സമാധാനം. സർബത്തും ഗൈസ്. അപ്പോൾ ഇന്നത്തെ സ്റ്റഡി വ്ളോഗും കാര്യങ്ങളൊക്കെ അത് എത്രമാത്രം ഞാൻ എത്രമാത്രം ഇതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല എഡിറ്റ് ചെയ്തിട്ട് നോക്കട്ടെ. അപ്പോൾ ചിലപ്പം വരും, ചിലപ്പം വരില്ല. അപ്പോൾ എന്തായാലും ഞാൻ വ്ളോഗ് ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇന്ന് തന്നെ ഞാൻ വീട്ടിൽ പോകുന്നുണ്ട്. നമുക്കിനി ഒരാഴ്ച ലീവും കാര്യങ്ങളൊക്കെ കിട്ടി. അത് കഴിഞ്ഞിട്ട് 8th ദിവസം തുടങ്ങുള്ളൂ. അങ്ങനെ ഫൈനൽ എത്തി. ഇനി ഇതൊക്കെ ഒന്ന് പാസ്സായാൽ മതി. എല്ലാവരും പ്രാർത്ഥിച്ചോട്ടെ ഒന്ന് പാസ്സായിക്കോട്ടെ. അപ്പോൾ ശരി, ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.